നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനത്തിന് എന്ത് വേണമെങ്കിൽ വിളിക്കട്ടോ. റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ഒരു സംഭവം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ജേർണലാക്കി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു കലണ്ടറൊക്കെ പോലെ ചെയ്യാം, ഒരു മൂഡ് ട്രാക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇത് എന്താക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പം അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പേപ്പറിൽ ഞാൻ ഈ ബുക്ക് വാങ്ങിയിരുന്നല്ലോ, അപ്പോൾ ബുക്കിലാണ് ചെയ്യുന്നത്. ബുക്കിലെൻ്റെ രണ്ടാമത്തെ ഡ്രോയിങ് ആട്ടോ അത്. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ജസ്റ്റ് പെൻസിലുകൊണ്ട് ഒരു ഹേർട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഷഫിൾ ചെയ്തിട്ട് അവിടേക്ക് ഒരു ഓർഡറിലാണ്ട് അങ്ങനെ വരച്ചു കൊടുക്കുക പെന്നുകൊണ്ട്. ഹേർട്ടിൻ്റെ ഷേപ്പൊക്കെയാണ് വരയ്ക്കാൻ നോക്കിയത്, പക്ഷേ ഹേർട്ടൊന്നും ആയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഹെഡിങ് മൂഡ് ട്രാക്കർ എന്നാണ് കൊടുത്തത്, പക്ഷേ മൂഡ് ട്രാക്കറൊന്നും ആയില്ല കേട്ടോ. നിങ്ങളിങ്ങനെ പേരൊന്നും കേട്ടിട്ട് മൂഡ് ട്രാക്കറാണെന്ന് വിചാരിക്കണം. മൂഡ് ട്രാക്കറൊന്നും അല്ല. ഞാൻ മൂഡ് ട്രാക്കർ പോലെ വേറൊന്നും ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ രണ്ടും ചെയ്തതിന് നിങ്ങൾക്ക് വേണ്ടോളം ചെയ്യാം. അപ്പം പിന്നെ ഞാൻ ബ്രഷ് പെന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ ബ്രഷ് പെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റൽ ബ്രഷ് പെന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പം അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവണ്ണം കളർ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൂഡ് ട്രാക്കർ ഞാൻ പല പല കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ എല്ലാ കളറും ചിരി ഒരു കളർഫുൾ ആയിക്കോട്ടെ വിചാരിച്ച് നമ്മൾ ആ ഹേർട്ടൊക്കെ തുറക്കുന്ന ഒരു ഇതിൽ കൊടുത്ത് കുറച്ച് ഈസ്തറ്റിക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് കളർഫുൾ ആക്കിയിട്ടോ ഞാൻ. പിന്നെ ട്രാക്കർ എന്നുള്ളത് സദാ പോലെ കേഴ്സീവിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താണ് ട്രാക്കർ എന്നുള്ളത്. പിന്നെ ഞാൻ ചെറിയ 25 പൈസ കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ പണ്ടത്തെ കോയിനൊക്കെ അല്ലേ, അപ്പം അതിൻ്റെ കോയിൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ചെറിയ കോയിൻ വെച്ചിട്ട് ഞാൻ ഓരോ മൂഡ്സിൻ്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. ഹാപ്പി, സാഡ്, ആംഗ്രി, സില്ലി, വെറി, നെർവസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്കാം. അത് വരച്ചതിന് ശേഷം അതിന് ഓരോന്നിനും ചേരുന്ന കളേഴ്സ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു മന്തിൽ എന്തൊക്കെ ചെയ്തെന്ന് അങ്ങനെ കൊടുക്കുക. ഞാനത് മൂഡ് ട്രാക്കർ പോലെ വേറൊന്നും ചെയ്തിട്ടുണ്ട്, പക്ഷെ മൂഡ് ട്രാക്കറൊന്നും അല്ലാന്ന് മൂഡ് ട്രാക്കർ ആണോന്നും പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് 2025 ഓഗസ്റ്റ് എന്ന് പെൻസിൽ കൊണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി. പിന്നെ ഞാൻ വേറൊന്ന് ചെയ്തെന്ന് പറഞ്ഞില്ലേനോ, അത് ഈ മൂഡ് ട്രാക്കർ കേട്ടോ. ഇത് ഞാൻ 2025 ജൂലൈൻ്റെ ചെയ്തതാണ്. ഇത് നമ്പറൊക്കെ ചെയ്ത് മൂഡ് ട്രാക്കർ പോലെ ചെയ്തതാണ്. ഇതിലേതാണ് ഇഷ്ടമായതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.